CJP വിജയിപ്പിച്ച മഹായുവജന പ്രക്ഷോഭത്തിൽ നമ്മുടെ ഇടതുപക്ഷ സംഘടനകളുടെ വിശിഷ്യ യുവ സംഘടനകളുടെ പ്രസക്തിയും പ്രാധാന്യവും വളരെ അധികമാണ്. ഞാൻ എന്നും ഇടതുപക്ഷത്തോടും മല്ലിട്ട് നിൽക്കുന്ന ഒരു വലതുപക്ഷക്കാരനാണ്. പക്ഷെ അവർ നല്ലത് ചെയ്യുമ്പോഴും രാജ്യത്തിന് ഗുണം ചെയ്യുമ്പോഴും നമ്മൾ അതിനെ അഭിനന്ദിക്കണം. നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് തോളോട് തോൾ ചേർന്നാണ് പ്രവർത്തിച്ചിരുന്നത്. പോലീസ് അല്ലെങ്കിൽ പോളിസി വിഷയങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാം, പക്ഷേ പോലീസുകാർ നമ്മുടെ വലതുപക്ഷക്കാരെ പലപ്പോഴും അടിക്കുമ്പോൾ സംരക്ഷകരായി നിന്നിട്ടുള്ളത് ഇടതുപക്ഷക്കാരാണ്. അങ്ങനെയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരികളിൽ ഒരാൾ, എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഷഹീദ് ഭഗത് സിംഗ്, വലതുപക്ഷക്കാരനായ ലാലാ ലജപത് റായിയെ ബ്രിട്ടീഷുകാർ അടിച്ചു കൊന്നതിന്റെ പ്രതികാരം തീർക്കാനാണ് ഭഗത് സിംഗ് അടക്കമുള്ള ഇടതുപക്ഷക്കാർ, കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ളവർ, സോഷ്യലിസ്റ്റ് അനുഭാവമുള്ളവർ ഇറങ്ങിത്തിരിക്കുകയും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ വധിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ലെഗസി അതാണ്. ആശയപരമായ ഒരാൾ ഇടതാകാം, വലതാകാം, മധ്യമാകാം, പക്ഷേ രാജ്യത്തിന്റെ കാര്യങ്ങൾ വരുമ്പോൾ ഒരുമിച്ച് നിൽക്കണം. അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നതിന്റെ ഒരു ലെഗസിയാണ്. വളരെ സൂക്ഷ്മമായി നമ്മുടെ CJPയുടെ പ്രൊട്ടസ്റ്റുകളെ പിന്തുടർന്നവർക്കറിയാം, ഇടതുപക്ഷ യുവജന സംഘടനകൾക്ക് വലിയൊരു പ്രസക്തിയും പ്രാധാന്യവും ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ മൊബിലൈസേഷന് അവർ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ഇത് അംഗീകരിക്കുന്നതിൽ കോൺഗ്രസ്സുകാർ മടി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് അംഗീകരിക്കുന്നതിലും അഭിനന്ദിക്കുന്നതിലും കോൺഗ്രസ്സുകാർ മടി കാണിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ രാജ്യം കൂടുതൽ സാർത്ഥകമാകുന്നത്. ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റഹീം സഖാവിന്റെ ഒരു കിടിലൻ ഇംഗ്ലീഷ് പ്രസംഗമാണ്. ഇദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പലരും ഇദ്ദേഹത്തെ ട്രോൾ ചെയ്യുകയുണ്ടായി. പക്ഷേ യഥാർത്ഥത്തിൽ വളരെ നല്ല പ്രഭാഷണത്തോടെ ഒരു ഉഗ്രൻ ഇംഗ്ലീഷ് പ്രസംഗം അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാഴ്ചവെക്കുകയുണ്ടായി. അതും കൂടി നമുക്ക് കേൾക്കാം. അതിന്റെ രാഷ്ട്രീയം നോക്കാം, അതോടൊപ്പം അവരുടെ കോൺട്രിബ്യൂഷൻസ്. My dear comrade, I can see here Bhagat Singh, Shahid Bhagat Singh का पिक्चर है. हिंदी इंग्लिश होकर चल रस रस बाबा साहेब अम्बेडकर, Mahatma Gandhi's picture here. Yes, we are holding the legacy of Mahatma Gandhi. We are holding the legacy of Shahid Bhagat Singh. മഹാത്മാ ഗാന്ധിയുടെയും ഭഗത് സിംഗിന്റെയും അംബേദ്കറുടെയും ഒക്കെ ലെഗസി അതൊരു വളരെ ഷാർപ്പ് പൊളിറ്റിക്സ് ആണ്. മഹാത്മാഗാന്ധി സെന്ററിൽ നിൽക്കുന്ന ആളാണ്, ഷഹീദ് ഭഗത് സിംഗ് ലെഫ്റ്റ് ഓഫ് സെന്ററിൽ നിൽക്കുന്ന ആളാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദളിത് നേതാക്കളിൽ ഒരാളാണ്, ഭരണഘടനാ ശില്പിയാണ് ബാബാ സാഹേബ് അംബേദ്കർ. അദ്ദേഹം അതിലൂടെ ഒരു രാഷ്ട്രീയം വരച്ചിടുകയാണ്. മനോഹരമായി തന്നെ ആ രാഷ്ട്രീയം വരച്ചിടുന്നുണ്ട്. നരേന്ദ്ര മോദി and his team holding Savarkar's legacy. That is the difference between ours and they. My dear comrade, after the 48 hours of a dead man, which is witnessed our country's capital, we are sitting here. Entire country salute you. This place known as Jantar Mantar. But now our entire country realize that we need this place as a hope of good hope. This is a hope of good hope. Hope of our country. So we will not surrender. We will not surrender before your dead body. We will not surrender before your lathi charge. We will not dead. We will not dead. Not panic dead before your brutal police attack. You can unleash police lathi charge against us. Nalla choice of words. Surrender before you. We will fight. We will carry the legacy of Shahid Bhagat Singh. Yes. So I would like to conclude with a single slogan which was shouted by Shahid Bhagat Singh. Inqilab! 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 നന്നായി സംസാരിച്ചോട്ടെ. റഹീം സഖാവെ നന്നായി സംസാരിച്ചു. ശ്രീ റഹീം അടക്കമുള്ള ആൾക്കാർ വളരെ പോസിറ്റീവായി തന്നെ ചെയ്തു. അദ്ദേഹത്തെ അനാവശ്യമായും വളരെ മോശമായിട്ടും ഒക്കെ ഇംഗ്ലീഷ് ഭാഷയുടെ വിഷയത്തിൽ ട്രോൾ ചെയ്യുകയുണ്ടായി. ഓരോരുത്തർക്കും ഓരോ ഭാഷയിലായിരിക്കും. ഇപ്പൊ നമ്മുടെ ലോക പൗരനാണ് ശശി തരൂർ സാറിന് മലയാളത്തിൽ ഒരു ഗംഭീര പ്രഭാഷണം നടത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട്. ഹിന്ദിയിൽ അദ്ദേഹം ഒരു പ്രഭാഷണം നടത്താൻ നോക്കുന്നത് സംശയമുണ്ട്. പക്ഷെ അദ്ദേഹം ഹിന്ദി പഠിച്ച് അത്യാവശ്യം നന്നായി സംസാരിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് കൈയടിക്കും. എന്തുകൊണ്ടാണ്? ഇപ്പൊ നരേന്ദ്രമോദിയുടെ ഹിന്ദി പ്രഭാഷണത്തിന്റെ ഊർജ്ജം ശശി തരൂറിന്റെ ഹിന്ദി പ്രഭാഷണത്തിനുണ്ടോ? ഇല്ല. നേരെ തിരിച്ച് ശശി
തരൂരിന് ഇംഗ്ലീഷ് പ്രഭാഷണത്തിന്റെ ഊർജ്ജം നരേന്ദ്രമോദി ഇംഗ്ലീഷ് പ്രഭാഷണത്തിലുണ്ടോ? ഇല്ല. ഓരോരുത്തർക്കും ഓരോ ഇതിലാണ്. റഹീം സഖാവ് നന്നായിട്ട് മലയാളത്തിൽ സംസാരിക്കുന്ന ആളാണ്, പക്ഷെ നന്നായി ഗംഭീരമായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചു. ഇനി ഇടതുപക്ഷ സംഘടനകൾ ഇവരുടെ മൊബിലൈസേഷൻ വലിയ രീതിയിൽ പോസിറ്റീവായി തന്നെ കൊണ്ടുപോയി ആദ്യഘട്ടത്തിൽ നിസ്വാർത്ഥമായും നിഷ്പക്ഷമായ ഒരു ഫൈറ്റ് ചെയ്തു. എനിക്ക് ഐഷി ഘോഷ് അടക്കമുള്ളവർ വലിയ രീതിയിൽ അതിന്റെ മുഖങ്ങളായിരുന്നു. അവിടുത്തെ സത്യാഗ്രഹം എന്ന ഗാന്ധിയൻ സമരമുറയ്ക്ക് ഒരുപാട് ഊർജ്ജം പകർന്നു. ശ്രീ ശിവപ്രസാദ് SFIയുടെ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന മുഖമാണ്. ഇദ്ദേഹത്തെ ഒരാൾ ട്രോളി, അതായത് ഒരു BJPയിലെ സുഹൃത്ത് ഇദ്ദേഹത്തെ കാര്യമായി ട്രോളി, നിങ്ങളെ വെറും ഫോർഡറായിട്ടാണ് അവർ കാണുന്നത്, നിങ്ങളെ വെറും ആളെ കൂട്ടുന്ന യന്ത്രമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു. ഞാൻ ശിവപ്രസാദിന്റെ പരാമർശം എന്താണ് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുക. നമ്മുടെ സിനിമാ നടി, അതൊക്കെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ മീനാക്ഷി അടക്കം ശിവപ്രസാദിനെ വളരെ ഇഷ്ടമാണ്. അതെന്തൊരു രാഷ്ട്രീയ നേതാവിനെ ഇഷ്ടമാണ് സൂചിപ്പിക്കാറ്. ശിവപ്രസാദ് വളരെ പക്വമായി, വളരെ നിസ്വാർത്ഥമായി അതിനൊരു ഒരു റെസ്പോൺസ് ആണ് കൊടുത്തത്. അത് രാജ്യത്തിന് വേണ്ടി ലാർജർ ഇൻട്രസ്റ്റിൽ ചെയ്യുന്നതാണ്, ക്രെഡിറ്റിന് വേണ്ടി ചെയ്യുന്നതല്ല. ശിവപ്രസാദിന്റെ ബോഡി ലാംഗ്വേജിലൂടെയൊക്കെ ശിവപ്രസാദ് അങ്ങനെ തന്നെ ഒരു മെസ്സേജ് ആണ് കൺവേ ചെയ്തത്. അതായത് ഈ രാജ്യത്തിന്റെ പൊതു താല്പര്യങ്ങൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ ഏതെങ്കിലും ബാനർ ഇല്ലാതെ ഇതുപോലെ എല്ലാവരും, BJPയുടെ സ്ഥാപക നേതാവായ മുരളി മനോഹർ ജോഷിയല്ലേ ഏറ്റവും രൂക്ഷമായ വിമർശനങ്ങളിലൊന്ന് BJP സർക്കാരിനെതിരെ ഉന്നയിച്ചത്. അദ്ദേഹത്തിന് പാകിസ്ഥാനിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ടാണ്, ഒന്നുമല്ലല്ലോ. അപ്പം അതൊരു നാടിനോടുള്ള കമ്മിറ്റ്മെന്റാണ്. അണ്ണാ ഹസാരെ എന്ന ഗാന്ധിയൻ, BJPയുടെ സ്ഥാപക നേതാവായ മുരളി മനോഹർ ജോഷി, SFIയുടെ പിള്ളേര്, ഐസയുടെ പിള്ളേര്, ASFന്റെ പിള്ളേര്, ഇവരോടൊന്നും ആശയപരമായ 100 കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസം കാണും. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടി അവർ പോരാടുമ്പോൾ അവർക്ക് സല്യൂട്ടാണ്. അപ്പൊ എന്തായാലും അങ്ങനെ പോരാടിയ എല്ലാ ഇടതുപക്ഷക്കാർക്കും CJP മഹാപ്രക്ഷോഭം വിജയമാക്കിയതിൽ വലിയൊരു പങ്ക് ഇടതുപക്ഷ യുവജന സംഘടനകൾക്കുണ്ട്. അവർക്കെല്ലാം ലാൽ സലാം, വന്ദേ മാതരം.